ഒരു ചിക്കൻ ഇസ്റ്റൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇസ്റ്റൂ എന്നാണോ പറയുന്നത്, അതോ ചിക്കൻ സ്റ്റൂ എന്നാണ് പറയുന്നത്? ഞങ്ങളുടെയൊക്കെ പത്തനംതിട്ടയിൽ ചിക്കൻ സ്റ്റൂ ആട്ടോ. ഞങ്ങളുടെ അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂവും അപ്പമാണ് ഞാൻ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ഓർത്തു ആ ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ, ജോഷുവിൻ്റെ ഇന്നാളത്തെ ഒരു സ്റ്റൂവിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു സ്റ്റൂവിൻ്റെ റെസിപ്പി ഇടണമെന്ന്. അങ്ങനെ ഞാൻ ഓർത്തു, അപ്പോൾ പിന്നെ എല്ലാവരെയും കാണിച്ചേക്കാം. നല്ല ചൂടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി നേരെ ഞാൻ എടുത്തു കേട്ടോ. ആ സ്റ്റൂവിനകത്തോട്ടെ ആ അപ്പം അങ്ങോട്ട് കുഴച്ച് അതിലോട്ട് വെച്ചാൽ എൻ്റെ കൂട്ടുകാരെ എന്തെങ്കിലും പറയണോ? അതിനപ്പുറത്തൊരു ടേസ്റ്റ് ഉണ്ടോ ഭൂമിയിൽ, അല്ലേ? അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ ബേ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പു, കറിപ്പത്ത അല്ലല്ലോ, പട്ട, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാരറ്റ്, ചിക്കന്, സവാള ഇച്ചിരി വലുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ഹെർബ്സ് എല്ലാം ഇട്ടു. അത് ആ ഹെർബ്സ് എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് സവാള ഇടണം. സവാള ഒരു ഗ്ലേസി പരുവാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ക്യാരറ്റ് ഇട്ടു, അരിഞ്ഞ് വെച്ച്. ക്യാരറ്റ് അങ്ങ് ഒത്തിരി ഇടരുത് കേട്ടോ. പൊട്ടറ്റോ ഇട്ടു. ഒരു 3 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ക്യാരറ്റും 4 സവാളയും. ഇതാണ് ഇന്നത്തെ കണക്ക് കേട്ടോ. 5 പച്ചമുളകും. ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവാകുമ്പം നിങ്ങളുടെ ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇടുക കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ടു, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കോട്ടഡ് ആകണം. മസാല ഈ വെജിറ്റബിൾ എല്ലാം കോട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനെ അതിനകത്തോട്ടിട്ട് അതിനെ കൂടെ ഒന്ന് കോട്ടാക്കണം. എന്നിട്ട് കറിവേപ്പില, ഇപ്പം ലുലുന്ന് പോയി പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പില കേട്ടോ, അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം കേട്ടോ. ഇളക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത്. നിങ്ങളാരും ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം. വെള്ളമല്ല നിങ്ങൾ ഒഴിക്കുന്നത്, പാലാണെന്നറിയാം. പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക്, എത്ര രുചികരമാണെന്നറിയാം. നോക്കിക്കേ, വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്തെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നത്. മിൽക്ക് തേങ്ങാപ്പാലല്ല ഞാൻ ഒഴിക്കുന്നത്, ഞാൻ വെറും പശുവിൻ പാല്, അതും ലോ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കണ്ടോ, അത് മിൽക്കാണെങ്കിൽ ഒരു 250 ml മിൽക്കാണ് ഒഴിക്കുന്നത്. മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ ഒരു പിരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഇത് കാണും. ടേസ്റ്റിനൊന്നും കുറവ് കാണത്തില്ല, പക്ഷേ പിരിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി തിളപ്പിക്കേണ്ട. എല്ലാം വെന്തതിന് ശേഷം മാത്രം നമ്മൾ മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ രുചി നോക്കണം കേട്ടോ. രുചി നോക്കിയിട്ട് കുരുമുളക് പൊടി കുറയുമോ പെരിഞ്ചീരകം കുറയുമോ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം. പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു. നെയ്ക്കകത്തോട്ട് കാഷ്യൂ, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. സ്റ്റൂവിനകത്തൊരു കാഷ്യൂ ഒക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണെന്നേ. അപ്പോൾ കാഷ്യൂ അങ്ങോട്ട് വറുത്ത് സ്റ്റൂവിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. എന്താ രസം ആ സ്റ്റൂവിനകത്തോട്ട് ഈ വറുത്ത നെയ്ക്കകത്ത് കിടക്കുന്ന കാഷ്യൂനെ കാണാൻ, അല്ലേ? നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന്. അങ്ങോട്ട് കാഷ്യൂ ഇട്ടു. പിന്നെ അതിനകത്തോട്ട് നമുക്കൊരു വറവിടണം. കടുകിട്ടു. കടുകിനകത്തോട്ട് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? സ്റ്റൂവിൻ്റെ മണ്ടയ്ക്കകത്തോട്ട് തട്ടി. എന്നിട്ട് എല്ലാത്തിനെയും കൂടെ ഒന്ന് ഇളക്കി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റൂ. എന്ത് ഈസി ഒരു റെസിപ്പിയാണെന്നറിയാമോ? പക്ഷേ എന്താ ടേസ്റ്റ് എന്നറിയാമോ? നോക്കിക്കേ, എൻ്റെ അങ്ങോട്ട് തിളച്ച് വരുന്ന പാകമാകുമ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. പ്രത്യേകിച്ച് നോക്കണം, കുരുമുളക് പൊടിയും നമ്മുടെ ഗരം മസാലയും കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ എല്ലാം പാകത്തിലായിരുന്നു. ഉപ്പിടാൻ പ്രത്യേകം മറക്കരുതേ. ഇത്ര ഈസിയാണ് കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജോമൈ സ്റ്റൈൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്ക് ചെയ്യണം, ഒരു കമൻറ്റ് ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ഫോർ ഓൾ.